അർദ്ധരാത്രി കഴിഞ്ഞു. കുന്നിൻ മുകളിലാണ് ക്യാമ്പ്. ഒരു പഴയ കെട്ടിടം, കുറ്റാക്കുറ്റിരുട്ട്. ചോദ്യം ചെയ്യുന്ന മുറിയിൽ ഒരു റാന്തലിന്റെ പ്രകാശം മാത്രം. എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ കഥകടച്ചു. ഹാളിന്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ട പേടമാനെ പോലെ നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിപുത്രൻ. ഞാൻ അടിവെച്ച് അവന്റെ അരികിലേക്ക് ചെന്നു. അവൻ പുറകോട്ട് നീങ്ങി ഒരു ചുവരിൽ തട്ടി നിന്നു. അവൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കരച്ചിൽ എന്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ അടുത്തു ചെന്നതും കാൽമുട്ടുമടക്കി അവന്റെ അടിനാവിക്കിട്ടു. ആ ശബ്ദം ഇവിടെ കിട്ടണം. ഗ്യാസ് തീർന്നടാ ജോണിക്കുട്ടിയെ. ഗ്യാസ് തീർന്നില്ലേ ചേച്ചി? അതിനുമ്പ് സത്യം പറഞ്ഞു. ആ ഗ്യാസ് അല്ലടാ കിഴങ്ങ, അടുക്കളയിലെ കുക്കിംഗ് ഗ്യാസ്. ഇനിയിപ്പൊ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നീ ആരെങ്കിലും വെച്ച് ഒരു കുറ്റിയും കൊണ്ട് എടുപ്പിച്ച്. റൈറ്റ്. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അല്പം സമയം വേണം. ഞാൻ മനസ്സിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നീ പോയി ഗ്യാസ് എടുത്തോണ്ട് വാ. ഗ്യാസ് എടുക്കാൻ ഞാനോ? എന്താ അതിന് ഇനി ചുമട്ടുകാരെ വിളിക്കണോ? കാണ്ട ബുക്കും കാശും. അമ്മച്ചി, ഞാനൊരു MCA-കാരനാ. സോ every job has its own respect. Obey fast. ഗണപതി, എനിക്ക് സോഡാ ഫാക്ടറി വേലയാണ് ചേച്ചി. ഇത്ര പെട്ടെന്നാ? ഇതെന്താ ഇത്? വീട്ടില് ഗ്യാസ് തീർന്നേ. വിളിച്ചു പറഞ്ഞവരെ കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. എങ്കിട്ട മട്ടും പോയി ചെല്ലാതെ ആ അജിയുടെ വീട്ടല്ലേ അണ്ണൻ ഇപ്പൊ വേല. വേല? അയ്യേ, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, അണ്ണ സൂക്ഷിച്ചിരുന്നോ? അന്താള് തനി പൈത്തിക്കാരൻ. മുമ്പുണ്ടായിരുന്ന വേലക്കാരൻ ജീവനം കൊണ്ട് ഓടിയതാ. നിന്നോട് വേല പറഞ്ഞേ? പറയാം. എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കുമോ? ഞാൻ അവിടെ നിന്നാ പിന്നെ ഇതാരും ചവിട്ടും.